പ്രസവശേഷം 5-5-5 റൂൾ. ഇതെന്താണെന്നറിയാമോ? 5 ഡേയ്സ് ഇൻ ബെഡ്, 5 ഡേയ്സ് ഓൺ ബെഡ്, 5 ഡേയ്സ് എറൗണ്ട് ബെഡ്. 5 ഡേയ്സ് ഇൻ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് 5 ദിവസം കിടന്ന കിടപ്പ് തന്നെ കിടക്കുക. നമ്മുടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പാലും കൊടുത്ത് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രം എണീറ്റ് കംപ്ലീറ്റ് കിടന്ന കിടപ്പ് കിടക്കുന്നതാണ് 5 ഡേയ്സ് ഇൻ ബെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 5 ദിവസം 5 ഡേയ്സ് ഓൺ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം, കുറച്ച് സമയം ഇരിക്കാം, എന്നാൽ പോലും നമ്മുടെ ബോഡി ഒരു റെസ്റ്റിംഗ് പീരീഡിൽ തന്നെയാണ്. പിന്നത്തെ 5 ഡേയ്സ് എറൗണ്ട് ബെഡ് എന്ന് പറയും. അതായത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യാം, എന്നാൽ പോലും നമ്മൾ മാക്സിമം സമയം കിടക്കുകയും ഇരിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് പണ്ട് കാലത്ത് അമ്മമാര് പ്രസവം കഴിഞ്ഞ് 2 ആഴ്ച കിടന്ന കിടപ്പ് കിടക്കണം എന്ന് പറയുന്നത്. ആ സമയം കൊണ്ടാണ് നമ്മുടെ ഗർഭാശയം ഇവിടം വരെ വന്നിട്ട് ചുങ്ങി പഴയ സ്ഥിതിയിലാവുന്നത്. ഈ സമയത്ത് നമ്മുടെ ഡൈജഷനൊക്കെ കുറച്ച് വീക്കായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ 2 ആഴ്ചക്കാലം നോൺ വെജ് ഒക്കെ കഴിക്കരുതെന്ന് ആയുർവേദ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫിസിക്കലി വീക്കായിരിക്കും, ഇമോഷണലിയും നമ്മൾ കുറച്ച് വീക്കായിട്ട്, നമ്മൾ ഇളയതാവുക എന്നൊക്കെ പറയില്ലേ ശരീരം. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആവാൻ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു 15 ദിവസം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ കുഞ്ഞ് ഇത്രയും നാളും ഗർഭാശയത്തിലായിരുന്നു. പുറത്തേക്ക് വന്ന് നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് കിടന്ന ആ ഒരു ബോണ്ടിങ് കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നതല്ലേ. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടും അമ്മയോട് ചേർന്ന് കിടന്ന് പൊരുത്തപ്പെടാനുള്ള ദിവസങ്ങളാണ് ഈ ഒരു 5-5-5 ഡേയ്സിലെ 15 ദിവസങ്ങൾ.